നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഇരുവള്ളിപ്ര തെങ്ങേലി കരക്കാരുടെ പടയണി കാലയക്ഷി കനൽ വാരിയതോടെ പൂർണ്ണമായി. തപ്പിന്റെ താളപ്പൊലിമയിൽ, പ്രകൃതിയുടെ വർണ്ണക്കൂട്ടുകളിൽ, ചൂട്ടുകറ്റകളുടെ പ്രഭയിൽ മനുഷ്യൻ ദൈവത്തിലേക്ക് കൂടുമാറുന്ന കദളിമംഗലം പടയണിയിലെ ഇരുവള്ളിപ്ര തെങ്ങേലിക്കരക്കാരുടെ പടയണിക്ക് കാലയക്ഷി കനൽ വാരിയതോടെ പൂർണ്ണമായി. കഴിഞ്ഞ 20 നാൾ ഗ്രാമീണ ജനതയുടെ നൊമ്പരവും പ്രതീക്ഷയും വേദനയും വിലാപവും വർണ്ണക്കോലങ്ങളായി നിറഞ്ഞാടി അതിൽ അലിഞ്ഞൊന്നായി ചേർന്ന് ഇരുവള്ളിപ്ര, തെങ്ങേലി, വെൺപാല എന്നീ 3 ദേശക്കാർ കദളീവനത്തിൽ ഒത്തുചേർന്ന് മുഖംമറക്കോലങ്ങളുമായി കാളിയമ്മയ്ക്ക് മുൻപിലേക്ക് അവർ തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആവലാതികളും വേവലാതികളും അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിച്ച് ഒരു ജനത ആഘോഷത്തിമിർപ്പിലാണ്. മധ്യ തിരുവിതാംകൂറിലെ പടയണിക്കാവുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പകൽ പടയണിയിൽ തിരുനട തുറന്നിട്ട് തുള്ളിയുറഞ്ഞ കനൽ വാരിയെറിയുന്ന കാലയക്ഷിക്കോലം കദളിമംഗലം പടയണിയുടെ മാത്രം പ്രത്യേകതയാണ്. ഇരുവള്ളിപ്ര, തെങ്ങേലി, വെൺപാല എന്നീ 3 ദേശക്കാരാണ് കദളിമംഗലത്ത് പടയണി നടത്തുന്നത്. കഴിഞ്ഞ നാളുകളിൽ അമ്മയുടെ തിരുമുറ്റത്ത് നടന്ന പടയണിയിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകുറ്റങ്ങൾക്ക് അമ്മയോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് പിഴകളെല്ലാം പുറത്തുകൊണ്ട് അനുഗ്രഹിക്ക ഭഗവതിയെ എന്ന് പാടിക്കൊണ്ട് മംഗളഭൈരവി കളത്തിൽ തുള്ളിമാറി. ആയതിനു ശേഷം കണിയാൻ കളത്തിലെത്തി. ശേഷം പൂപ്പടയും ഗന്ധർവൻ കോലവും കളത്തിൽ തുള്ളിയൊഴിഞ്ഞു. തുടർന്ന് ചരിത്രപ്രസിദ്ധമായ പകൽപ്പടയണി നടന്നു. ക്ഷേത്രത്തിന്റെ തുറന്നിട്ട തിരുനടയ്ക്ക് മുൻപിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് പ്ലാവ് വിറക് കത്തിച്ചുകൊണ്ട് തീക്കനൽ ഉണ്ടാക്കിയ ശേഷം കാലയക്ഷിക്കോലമേറ്റി കോലധാരി കളത്തിലെത്തി പാട്ടിനനുസരിച്ച് ചുവട് വെച്ച തുള്ളിയുറഞ്ഞ് ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം വെച്ച ശേഷം തന്റെ 2 കൈകളിലുമുള്ള ഇലഞ്ഞിത്തൂപ്പുകൾ 2 ദിക്കിലേക്ക് എറിഞ്ഞ ശേഷം കത്തിച്ചൊലിക്കുന്ന തീക്കനൽ 3 പ്രാവശ്യം വാരി എറിഞ്ഞതോടെ കദളിമംഗലം പടയണിയിൽ ഇരുവള്ളിപ്ര, തെങ്ങേലിക്കരക്കാരുടെ ഈ വർഷത്തെ പടയണിക്ക് സമാപനമായി. പകൽ സമയം തിരുനട തുറന്നിട്ട് തുള്ളിയുറഞ്ഞ് കനൽവാരി എറിയുന്ന കാലയക്ഷിക്കോലം കദളിമംഗലം പടയണിയുടെ മാത്രം പ്രത്യേകതയാണ്. ഈ കോലം തുള്ളുന്നയാൾ മറ്റ് യാതൊരു കോലങ്ങളും തുള്ളുവാൻ പാടില്ലാത്തതും മാത്രമല്ല, പടയണിക്ക് ചൂട്ടുവയ്ക്കുന്ന നാൾ മുതൽ ചെയ്യാൻ കഠിന വ്രതത്തിലും ആയിരിക്കും. കലയും ഭക്തിയും അധ്വാനവും ആസ്വാദനവും വാദ്യവും വിരുന്നും ഒത്തുചേരലും എല്ലാം ചേർന്ന് മീനച്ചൂടിനെ മറികടന്ന് മറ്റൊരു പടയണിക്കാലം കൂടി കടന്നുപോയി. തിരുമുറ്റത്ത് കാഴ്ചയുടെ വിരുന്നൊരുക്കിയ മക്കൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങി യാത്രയാകുമ്പോൾ ഇനിയും അടുത്ത പടയണിക്കാലത്തിനായുള്ള 2 ദേശക്കാരുടെ കാത്തിരിപ്പാണ്. അമ്മയുടെ പിറന്നാൾ ദിനമായ മീനഭരണി ദിനം 3 ദേശക്കാരും ക്ഷേത്രമുറ്റത്ത് ഒത്തുചേർന്ന് പടയണിയിലെ വിനോദനമായ പരദേശി കളത്തിൽ ഇറങ്ങിയതോടെ ഈ വർഷം കദളിമംഗലം പടയണിക്ക് സമ്പൂർണ്ണ സമാപനമായി. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.